ഇന്നലെ ഒന്ന് നിന്നേ. അല്ല, തങ്ക എന്താ വീണ്ടും വന്നേ? ഞാന് ഇന്നലെ ഒന്ന് കാണാൻ വന്നതാ. ആരാ അപ്പൊ കൂടെ ഉണ്ടായിരുന്നേ? അത് വേണ്ടപ്പെട്ട രണ്ടുപേരെ. അവര് വന്ന് തിരക്ക് പിടിച്ചതുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യം ചോദിച്ചു തീർക്കാൻ പറ്റിയില്ലേ. അതെ, എന്റെ സംസാരം അവർക്ക് ഇഷ്ടായില്ലെന്ന് തോന്നി. അത് കളരിക്കൽ തറവാട്ടിനെ കുറിച്ച് എന്താ ഇന്നലെ പറഞ്ഞേ? അതിപ്പോ തങ്കം കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടിനിയിപ്പോ എന്തിനാ? എന്റെ മോളുടെ കാര്യമോ, അവളുടെ ഭാവിയുടെ പ്രശ്നമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതറിയാതെ പറ്റില്ലല്ലോ. അതാ ഇന്നലെ ഞാൻ ചോദിച്ചേ. അവിടുത്തെ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവർ പരിഹരിച്ചോന്ന് എനിക്കറിയില്ല. കളരിക്കൽ കുടുംബത്തിന് ഒരു സർപ്പശാപമുണ്ട്. അത് കാലങ്ങളായിട്ടുള്ളതാ. ശാപമെന്ന് പറഞ്ഞാല് ചെറിയ ശാപമൊന്നുമല്ല. കളരിക്കൽ കുടുംബത്തിലേക്ക് വധുവായിട്ട് കയറുന്ന പെൺകുട്ടി സർപ്പദംശനം മൂലം മരിക്കുമെന്നാണ് ശാപം. അവിടെ വന്നു കയറിയ പെൺകുട്ടികൾക്കൊക്കെ ആ ദുരന്തം ഉണ്ടായിട്ടുമുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം രണ്ടാം വിവാഹത്തിലൂടെ വന്നവരാ. ഇക്കാലത്ത് കുട്ടികൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടാവോ? പക്ഷെ സംഗതി സത്യമാണ് തങ്കം. ആ കുടുംബം ഒരു ശാപം പിടിച്ച കുടുംബ. അയ്യോ തങ്കം, തങ്കം എന്തു പറ്റി? എന്താ തങ്കം, ആസ്പത്രി പോണോ? കുഴപ്പമില്ല. തങ്കം ഇത്ര ബുദ്ധിമുട്ടി തിരിച്ചു വന്ന് എന്നോട് ചോദിച്ചിട്ട് ഉള്ള കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്റെ മോളോടും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ദേ തങ്കം, ഞാനേത് പറഞ്ഞെന്ന് ആരും അറിയരുത്. വലിയ വലിയ കുടുംബക്കാരാ. അവരൊക്കെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട പാവങ്ങളായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇന്നലെ ആരോട് പറയില്ല. ഞാൻ പോട്ടെ. തങ്കം, ഇനിയിപ്പോ അവിടെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം. അറിയാണ്ട് മനസ്സിലൊരു സമാധാനമില്ല. അല്ലേ തങ്കം, അതൊക്കെ വേണോ? അല്ലാണ്ട് പിന്നെ എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോകാം, ഇപ്പൊ തന്നെ പോകാം.